SIT അന്വേഷിക്കുന്ന കാര്യങ്ങൾ, ആ അന്വേഷണം നടക്കവേ തന്നെ വേറൊരു അന്വേഷണം ഇവിടെ നടക്കുന്നുണ്ട്. നിയമപരമല്ലാത്ത അന്വേഷണം. അത് പോലീസിൻ്റെ എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടാണ് അജിത് കുമാർ അതിന് നേതൃത്വം നൽകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ കൊടുത്ത തെളിവുകൾ അതെങ്ങനെ എനിക്ക് കിട്ടി, അതുമായി ബന്ധപ്പെട്ട പോലീസ് വ്യക്തികൾ അവരെ പാരലായിട്ട് ഒരു അന്വേഷണം നടത്തുന്നു, ഭീഷണിപ്പെടുത്തുന്നു. തെളിവ് തരാൻ വരുന്ന പലരും മടിച്ചു നിൽക്കുന്നു. ഞാൻ ആവർത്തിച്ച് പറഞ്ഞതാണ്. അപ്പോൾ SIT ഒരു അന്വേഷണം നടക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ SIT അന്വേഷിക്കുന്നുണ്ടല്ലോ, എനിക്ക് ഈ തെളിവ് എവിടുന്ന് കിട്ടിയെന്ന് SIT അന്വേഷിക്കുന്നുണ്ടല്ലോ. അതെല്ലാം നിലനിൽക്കുമ്പോൾ എല്ലാ ചട്ടങ്ങളും ലംഘിച്ചിട്ട് അജിത് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു പാരലൽ അന്വേഷണം നടത്തുക എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ പോലീസിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്തതാണ്. അപ്പോൾ ഈ ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും ഇവിടുത്തെ പോലീസിൻ്റെ ചട്ടങ്ങളും മാനുവലും ഒന്നും എനിക്ക് ബാധകമല്ല എന്ന് ആവർത്തിച്ച് അജിത് കുമാർ തെളിയിക്കുകയാണ്. ആ ചട്ടലംഘനം തന്നെ മതി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണം. പോലീസിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ അനുമതിയില്ലാതെ പാരലായി അജിത് കുമാർ കഴിഞ്ഞ 3-4 ദിവസമായി അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് ഈ തെളിവുകൾ എങ്ങനെയാണ് PV അൻവറിന് ലഭിച്ചത് എന്ന് നടത്തുന്ന അന്വേഷണം ചട്ടലംഘനമാണ്. ആ ചട്ടലംഘന പ്രകാരം തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, PV അൻവർ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ അടിസ്ഥാനപരമായ ചെറിയ തെളിവുകളുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്താൻ സർക്കാർ അനുമതി തേടിയത്. ഈ രണ്ട് കാരണം തന്നെ മതി. ഈ രണ്ട് കാരണം കൊണ്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് വേണം ഇനി മുന്നോട്ട് പോകാൻ എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് ഇതിൻ്റെ ഒരു പെറ്റീഷണർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. അല്ല, സസ്പെൻഡ് ചെയ്താൽ എല്ലാം പോയില്ലേ? ഇപ്പൊ മാറ്റുക എന്നതിൽ നിന്ന് മാറിയല്ലോ. ആ ഒരു സിറ്റുവേഷൻ മാറി, അടുത്തൊരു സ്റ്റേജിലേക്ക് കേസെത്തി. ഇവിടെയാണ് ഇപ്പോൾ ഞാനത് പറയുന്നത്. മുമ്പ് ഞാനത് പറഞ്ഞിട്ടില്ലല്ലോ. അതല്ല, ഞാനിപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷം എനിക്ക് കിട്ടിയ ചില ഇൻഫർമേഷൻ, ഇത് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുടെ അടുത്ത് പോയിട്ട് CM-ൻ്റെ അടുത്തേക്ക് എത്തൂ. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞത്, ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിൽ ഫ്രണ്ട് പേജിൽ പറയുന്നത്, ഇന്നലെ വൈകുന്നേരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഈ ഫയലെത്തി, രാത്രി തന്നെ അദ്ദേഹം അതിനെ ഓർഡറാക്കി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ 7 ദിവസം ഇത് എവിടെയായിരുന്നു എന്ന ചോദ്യമാണ് 2 മണിക്കൂർ മുമ്പ് ഞാൻ ഉന്നയിച്ചത്. സ്വാഭാവികമായിട്ട് ഞാൻ ഉന്നയിച്ച ചോദ്യമില്ല, നിങ്ങളെല്ലാവരും ഉന്നയിച്ചതാണ്. കേരളത്തിലെ ജനം അന്വേഷിച്ചാണ് എന്താ ഇത് നീണ്ടുപോകുന്നത്. ആ നീണ്ടുപോകേണ്ടുന്ന കാരണം ഈ പറയുന്ന ചീഫ് സെക്രട്ടറി വഴി, ആഭ്യന്തര സെക്രട്ടറി വഴി ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തണമെന്ന വിശദീകരണം ഇപ്പോൾ കാണുകയാണ്. അതായിരിക്കും യാഥാർത്ഥ്യം. അത് യാഥാർത്ഥ്യമാണെങ്കിൽ ഈ വിഷയം ഇത്ര ഗൗരവമായി കേരളത്തിൽ ചർച്ച ചെയ്യുമ്പോൾ എന്തുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ഒരു പത്രക്കുറിപ്പ് ഇറക്കിയില്ല ജനങ്ങളുടെ ഈ സംശയം ദൂരീകരിക്കാൻ? ഇന്ന കാരണം കൊണ്ടാണ് ഇത് വൈകുന്നത്. പത്രക്കുറിപ്പ് ഇറക്കിയില്ലല്ലോ. അപ്പോഴും എന്താ ചെയ്തത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഇതിന് കാരണക്കാരൻ, 8 ദിവസമായിട്ട് മുഖ്യമന്ത്രിന് അനുമതി കൊടുക്കുന്നില്ല എന്ന ഒരു ചർച്ച കേരളത്തിൽ ഡെവലപ്പ് ചെയ്യാൻ പൊളിറ്റിക്കൽ സെക്രട്ടറി കൂട്ടുനിന്നു. അത് അതിലും വലിയ ബാധകല്ലേ? അതിനാണ് ഉത്തരം പറയണ്ടേ? എന്തൊരു പത്രക്കുറിപ്പ് ഇറക്കിക്കൂടെ? എല്ലാവരെയും ഇരുട്ടിൽ നിർത്തിയിട്ട് ഈ പറയുന്ന ഗവൺമെന്റിനെയും പാർട്ടിയെയും മുൻനിരയിൽ ഈ കഴിഞ്ഞ 8 ദിവസം നിർത്തേണ്ട ആവശ്യം എന്തായിരുന്നു? അതാ ഞാൻ പറയുന്നത്. പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഇതിലൊക്കെ പല പൊളിറ്റിക്കൽ ടാർഗറ്റും ഉണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു എന്ന് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥത്തിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണിത്.